ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മല്ലയ്യ പവർ റൂമിലേക്ക് കയറാൻ പോവാണ് മക്കളെ. ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. 2 പേരെ ത്രാസിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമയം ഹോൾഡ് ചെയ്യണം. ഒന്നെങ്കിൽ ബസർ അടിക്കുന്നത് വരെ, അല്ലെങ്കിൽ മറ്റു ടീം തോക്കുന്നത് വരെ. അങ്ങനെ പവർ റൂമിൽ നിന്ന് കളിക്കാനായിട്ട് വന്നത് ശ്രീരേഖ, ഗബ്രി, ജാസ്മിൻ. പിന്നെ ടണൽ ടീമിൽ നിന്ന് ജിൻഡോ, റസ്മിൻ, നിഷാന. അങ്ങനെ ജിൻഡോക്ക് ഹോൾഡ് ചെയ്യേണ്ടത് റോക്കിനെ ആയിരുന്നു. പവർ റൂമിന് ഹോൾഡ് ചെയ്യേണ്ടത് അൻസിബേനെ ആയിരുന്നു. അങ്ങനെ അവര് ഹോൾഡ് ചെയ്ത് കുറെ നേരം ഹോൾഡ് അങ്ങനെ ഒത്തിരി നേരം ഒന്നും ഹോൾഡ് ചെയ്തില്ല. പക്ഷെ നമ്മുടെ പവർ റൂം ശ്രീരേഖയുടെ ടീം തോറ്റു. അങ്ങനെ നമ്മുടെ മല്ലയ്യ പവർ റൂമിലേക്ക് കയറാൻ പോവാണ്. അവർക്ക് അധികാരം കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചത്തെ സെയിം പവർ റൂം ആയിരുന്നു. പവർ ടീമിലെ ആൾക്കാരെല്ലാം സെയിം ആയിരുന്നു. 2 ആഴ്ചക്ക് ശേഷം ഒരു മാറ്റം അനിവാര്യമായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ജിൻഡോയുടെ ടീം എല്ലാ ചലഞ്ചിലും വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എല്ലാവരും മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരാളായിരുന്നു ജിൻഡോ. പക്ഷെ ഈ ഒരു ടാസ്കില്, അതായത് നമ്മുടെ ഒരു ബോഡി ബിൽഡർ കൂടിയാണ് ജിൻഡോ. അപ്പൊ ജിൻഡോ ജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കാനാണല്ലേ. അങ്ങനെ അവര് ജയിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ പവർ ടീമായിട്ട് വരുന്നത് ജിൻഡോ, റസ്മിൻ, നിഷാന. ജിൻഡോയുടെ ടീം ജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. കാരണം 2 ആഴ്ച ഓൾറെഡി ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പൊ നിലവിലുള്ള പവർ റൂമിനെ കൊണ്ട്. അപ്പൊ അവരുടെ ടീം ജയിച്ചപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. പിന്നെ ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ പുള്ളിക്കാരി ആഴ്ച ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണെന്നത്. പക്ഷെ അതൊരു കാര്യമില്ല, നമ്മുടെ ജിൻഡോ എന്തായാലും ജയിക്കും. കാരണം ഇതൊരു കായികമായിട്ടുള്ള മത്സരമാണ്. പിന്നെ വെയിറ്റ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ അതൊരു ബോഡി ബിൽഡർക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണല്ലോ സാധിക്കണേ. അപ്പൊ നമുക്ക് കാണാം അടുത്ത പവർ റൂം എങ്ങനെയാണ് അധികാരം വിനിയോഗിക്കുന്നതെന്ന്. അപ്പൊ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.